ഇനി കാർഷിക വാർത്തകൾ. ഇന്ത്യയിൽ മികച്ച റാബി വിളവെടുപ്പുണ്ടാകുമെന്ന് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഭോപ്പാലിൽ നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയുടെ മൊത്തത്തിലുള്ള പുരോഗതി അവലോകനം ചെയ്ത ചൌഹാൻ കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്ന തരത്തിലുള്ള സംവിധാനം സൃഷ്ടിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കർഷകർക്ക് അവരുടെ വിളകൾക്ക് മികച്ച വില ലഭിക്കണം എന്നതായിരിക്കണം ഉദ്യോഗസ്ഥരുടെ ഉദ്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു. കൃഷി സെക്രട്ടറി ദേവേഷ് ചതുർവേദി, അഡീഷണൽ സെക്രട്ടറി പ്രമോദ് മെഹർദ, കൃഷി കമ്മീഷണർ പി.കെ. സിംഗ് തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ വിളകളുടെ വിതയ്ക്കൽ, സംഭരണം, വില, കാലാവസ്ഥ, ജലസംഭരണി സ്ഥിതി എന്നിവ ചർച്ച ചെയ്തു. മഖാന ബോർഡിന്റെ രൂപീകരണം ബജറ്റിൽ പ്രഖ്യാപിച്ചതിനാൽ ബോർഡ് രൂപീകരണ നടപടികൾ വേഗത്തിലാക്കാൻ ചൌഹാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. മഖാന കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ തേടണമെന്നും ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി ലേലത്തിൽ ഓർത്തഡോക്സ് തേയില വിൽപ്പന കുതിച്ചുയർന്നു. കയറ്റുമതി ആവശ്യകത കൂടിയതിനാലാണ് വിൽപ്പന വർദ്ധിച്ചത്. കയറ്റുമതിക്കാരുടെ സജീവ പിന്തുണ കാരണമാണ് കൊച്ചി ലേലത്തിൽ ഓർത്തഡോക്സ് തേയിലയുടെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ കാരണമായത്. ശക്തമായ ഡിമാൻഡ് ഇതിന് സാക്ഷ്യം വഹിച്ചു. മിഡിൽ ഈസ്റ്റ് ഉപഭോക്താക്കളുടെയും CAS രാജ്യങ്ങളുടെയും സജീവ പിന്തുണയോടെ തേയില വിൽപ്പന കൂടി. ഉത്തരേന്ത്യയിലെ ശൈത്യകാലമായതിനാൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള തേയില അവിടത്തേക്ക് കയറ്റി അയച്ചു. അതുമൂലം കൊച്ചിയിലെ വിൽപ്പന ഉയർന്നു. എന്നാൽ ഉൽപാദന കേന്ദ്രങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം കാരണം പ്രതീക്ഷിച്ച അത്ര തേയിലയുടെ അളവും ലഭിച്ചില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താപനിലയിലെ വർധന ഇത്തവണ ഗോതമ്പ് ഉൽപാദനത്തെ ബാധിക്കില്ലെന്ന് റിപ്പോർട്ട്. 67% വിളകളും ചൂടിനെ പ്രതിരോധിക്കുന്നവയെന്നും കാലാവസ്ഥാ വകുപ്പ്. കാലാവസ്ഥയെ അതിജീവിക്കുന്ന വിത്തിനങ്ങൾ ഫലം കണ്ടു തുടങ്ങിയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പരാമർശത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. ഫെബ്രുവരിയിൽ രാജ്യത്തുടനീളം സാധാരണയേക്കാൾ ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടും ഗോതമ്പ് വിളകളെ ബാധിച്ചിട്ടില്ല. മാർച്ചിൽ രാജ്യത്ത് സാധാരണയേക്കാൾ ഉയർന്ന താപനിലയാണ് പ്രതീക്ഷിക്കുന്നതും. എന്നാൽ ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിത്തുകളുടെ ഉപയോഗം ഉൽപാദനത്തിൽ പ്രത്യാഘാതം സൃഷ്ടിക്കില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് ADGM DS പൈ പറഞ്ഞു. കാലാവസ്ഥാ പ്രതിരോധ ശേഷി കൂടിയ ജനിതക വ്യതിയാനം വരുത്തിയ വിത്തുകളാണ് ഇപ്പോൾ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. മുംബൈ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ വിവിധ സംസ്ഥാനങ്ങളിലെ കാർഷിക സർവകലാശാലകളുമായി ചേർന്ന് റേഡിയേഷൻ അടിസ്ഥാനമാക്കിയുള്ള മ്യൂട്ടേഷൻ ബ്രീഡിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ച വിത്തിനങ്ങളാണിവ. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രയത്നങ്ങളിൽ സുപ്രധാന കാൽവെപ്പാണിതെന്നും പുത്തൻ വിത്തുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളോട് പൊരുത്തപ്പെടുന്നവയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടിയ രോഗപ്രതിരോധ ശേഷിയുള്ള ഈ വിത്തിനങ്ങൾ കർഷകർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കും. താപനില ഉയരുന്നത് രാജ്യത്തെ ഗോതമ്പ് ഉൽപാദനത്തെ ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ഇനങ്ങളുടെ കണ്ടുപിടുത്തം ഭക്ഷ്യസുരക്ഷയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആന്ധ്രാപ്രദേശിലെ അരക്കു കാപ്പിക്ക് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ലഭിച്ചു. ജൈവ കാപ്പി പ്രത്യേകമായി വിപുലീകരിക്കാൻ പദ്ധതിയിട്ട ഗിരിജൻ കോഓപ്പറേറ്റീവ് കോർപ്പറേഷൻ. അരക്ക് കാപ്പിയുടെ ഓർഗാനിക് സർട്ടിഫിക്കേഷനിലൂടെ വലിയ നേട്ടം കൈവരിച്ച് ആന്ധ്രാപ്രദേശിലെ ഗിരിജൻ കോഓപ്പറേറ്റീവ് കോർപ്പറേഷൻ ലിമിറ്റഡ് നിരവധി യൂറോപ്യൻ വിപണികളിൽ പ്രവേശിക്കാനുള്ള അവസരമാണ് ഇതോടെ കൈവന്നത്. കാപ്പിയുടെ വിപണനവും വിൽപ്പനയും കൈകാര്യം ചെയ്യുന്ന ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് കോർപ്പറേഷനിൽ നിന്ന് ആഭ്യന്തര വാങ്ങൽ ഉറപ്പാക്കുകയും ചെയ്യും. പുതിയ അംഗീകാരം വന്നതോടെ കോർപ്പറേഷൻ ജൈവ കാപ്പി പ്രത്യേകമായി വിപുലീകരിക്കാൻ പദ്ധതിയിടുന്നു. ആഭ്യന്തരമായി ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ഇതിനകം ഓർഡറുകൾ ലഭിച്ചതായി GCC അറിയിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇറ്റലിയിൽ നിന്നുമുള്ള വാങ്ങലുകാരും ഓർഡറുകൾ നൽകിയതായി GCC വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കൽപ്പന കുമാരി പറയുന്നു. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സുമായി സഹകരിച്ച് കുരുമുളകിനും ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നേടാനുള്ള ശ്രമങ്ങൾ വിപുലീകരിക്കും. ആന്ധ്രാപ്രദേശിലെ പാടേരു പ്രദേശത്തെ ആദിവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ഉൽപ്പന്നമായ അരക്കു കാപ്പി വിപണനം ചെയ്യുന്നതിലും വിൽക്കുന്നതിനുമായി GCCയും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സും കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 10,000 കർഷക ഉൽപാദക സംഘടനകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ബീഹാറിലെ ഖഗാരിയ ജില്ലയിൽ കാർഷിക മേഖലയ്ക്കായി പുതിയ FPO രജിസ്റ്റർ ചെയ്തു. ചോളം, വാഴ, നെല്ല് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായാണ് പുതിയ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്തത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 2020 ഫെബ്രുവരിയിലാണ് 10,000 കാർഷിക FPOകൾ രൂപീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കേന്ദ്ര പദ്ധതി ആരംഭിച്ചത്. 2027-28 വരെയുള്ള 6,865 കോടി രൂപയുടെ ബജറ്റ് വിഹിതമാണ് ഇതിനായി നീക്കിവെച്ചത്. ഇത് പൂർത്തിയാക്കാനായത് കാർഷിക മേഖലയുടെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കാർഷിക മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. ഈ നേട്ടം കാർഷികോൽപാദനവും വരുമാനവും വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക ദൃഢതയ്ക്കും സംഭാവന നൽകും. പിന്തുണയും വിപുലീകരണവും ലഭിക്കുന്നതോടെ കാർഷിക മേഖലയ്ക്ക് സ്വാശ്രയമാവാൻ സാധിക്കും. കാര്യക്ഷമമായ കാർഷിക ആവാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പദ്ധതി ലോഞ്ച് ചെയ്തതു മുതൽ 4,761 FPOകൾക്ക് ഇക്വിറ്റി ഗ്രാന്റായി 254.4 കോടി രൂപയും 1,900 FPOകൾക്ക് 453 കോടി രൂപയുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി പരിരക്ഷയും അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.